അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൻ്റെ ഈ ഇസ്ലാം വിരോധത്തിൻ്റെ, അതായത് മുസ്ലിങ്ങൾ വൈജ്ഞാനിക രംഗത്ത് പിന്നാക്കമായിരുന്നു എന്നതിന് ജബ്ബാർ ഉന്നയിക്കുന്ന രണ്ട് തെളിവുണ്ട്. ഒന്ന്, കേരളത്തിലെ മുസ്ലിങ്ങൾ എഴുത്തും വായനയും പഠിക്കാൻ പാടില്ല, പെൺകുട്ടികൾ വിശേഷിച്ച് എഴുത്തും വായനയും പഠിക്കാൻ പാടില്ല എന്നിവിടെ ചിലർ ഫത്വ പുറപ്പെടുവിച്ചിരുന്നു എന്നുള്ളതാണ്. അത് ഒരു വസ്തുതയാണ്. കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ പെൺകുട്ടികൾ എഴുത്തും വായനയും പഠിക്കരുത് പറഞ്ഞിരുന്നു. അത് അവരുടെ അവിവേകം കൊണ്ട് അവർ പറഞ്ഞു എന്നേ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ഇസ്ലാമിൽ എഴുത്തും വായനയും പഠിക്കുക, വിവരം നേടുക, വൈജ്ഞാനിക സംരംഭങ്ങൾക്കും പിന്നെ പ്രാധാന്യം നൽകുന്നതിന് വിരുദ്ധമാണ് എന്നതിന് തെളിവായി ഉദ്ധരിക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഈ ഫത്വകളൊക്കെ ഉള്ളപ്പോഴും ഇവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ എഴുത്തും വായനയും പഠിച്ചിരുന്നു എന്ന് മാത്രമല്ല, ആ ഒരു ഫത്വ വരുന്നതിൻ്റെ മുമ്പ് പോലും ഇവിടെ കേരളത്തിലെ സ്ത്രീകൾ വിശേഷിച്ചും അവർ എഴുത്തും വായനയും പഠിച്ചിരുന്നു എന്നുള്ളതാണ്. അത് പക്ഷേ ഈ മലയാള ലിപിയിലായിരുന്നില്ല, അറബി മലയാള ലിപിയിലായിരുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പഴയ മുസ്ലിങ്ങളുടെ പഴയ രേഖകൾ, അവരുടെ എഴുത്തിൻ്റെ രേഖകൾ പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാവുന്നതാണ്. അവരിൽ ആണുങ്ങളെപ്പോലെ തന്നെ പെണ്ണുങ്ങളും പലപ്പോഴും ലേഖനങ്ങളും കവിതകളും പാട്ടുകളും ഒക്കെ എഴുതിയിരുന്നതായിട്ട് ചരിത്രം, കേരള ചരിത്രം, മലയാള മുസ്ലിങ്ങളുടെ, കേരളീയ മുസ്ലിങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തി വച്ചിട്ടുള്ളതാണ്. അതിനെ നിഷേധിച്ചുകൊണ്ട് വേണം ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് ഇങ്ങനെ ഇസ്ലാമിൻ്റെ പേരിൽ അവമതി ഉണ്ടാക്കാൻ, അതിനെ അവഹേളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ. മറ്റൊരു സംഗതി അദ്ദേഹം പറഞ്ഞത് ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലുള്ള ലൈബ്രറി ചുട്ടുകരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഈ ലൈബ്രറി എവിടുന്നാണ് ജബ്ബാറിനെ പോലുള്ളവർക്ക് ഈ തെളിവ് കിട്ടിയിട്ടുള്ളത്? പ്രാമാണികമായ ഒരു ചരിത്രകൃതിയിലും മുസ്ലിങ്ങൾ അവിടെ ലൈബ്രറി ചുട്ടുകരിച്ചു എന്ന് മാത്രമല്ല, അംർ ബിൻ ആസിൻ്റെ നേതൃത്വത്തിൽ രണ്ടാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബിൻ്റെ കാലത്താണ് ഈജിപ്ത് കീഴടങ്ങുന്നത്. ഈ ഈജിപ്ത് കീഴടങ്ങിയിട്ടുള്ളത് അംർ ബിൻ ആസിൻ്റെ നേതൃത്വത്തിലാണ്. ഈ ഘട്ടത്തിൽ അലക്സാൻഡ്രിയയിൽ ഇങ്ങനെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നുവോ എന്നതുപോലും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല. എന്ന് മാത്രമല്ല, അതിൻ്റെ മുമ്പേ ആ ലൈബ്രറിയിലെ പല പുസ്തകങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അഗ്നിക്ക് ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് വേണ്ടത്ര പഠിക്കാതെ മനസ്സിലാക്കാതെയാണ് ജബ്ബാർ രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബിൻ്റെ നിർദ്ദേശമനുസരിച്ച് അലക്സാൻഡ്രിയയിലെ ലൈബ്രറി അഗ്നിക്കിരയാക്കുകയാണ് മുസ്ലിങ്ങൾ ചെയ്തത്. അതിൻ്റെ പുസ്തകങ്ങൾ ചുട്ടിട്ട് പട്ടാളക്കാർക്ക് 25,000 വരുന്ന പട്ടാളക്കാർക്ക് കുളിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കാൻ മാത്രം ഉണ്ടായിരുന്നു പുസ്തകങ്ങൾ എന്നൊക്കെ തട്ടി വീണത്. അങ്ങനെ ഓറിയൻ്റലിസ്റ്റുകൾ എഴുതി വെച്ചിട്ടുള്ളത് ശരിയാണ്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ തെളിവെന്നതാണല്ലോ. അവലംബം പറഞ്ഞാൽ ഓറിയൻ്റലിസ്റ്റുകളാണ്. ഓറിയൻ്റലിസ്റ്റുകൾ ഇസ്ലാമിൻ്റെ ഇതിൽ ഉന്നയിച്ച ആരോപണങ്ങൾ അതിങ്ങനെ ചർവണം നടത്തുക, അത് ഛർദ്ദിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശത്രുവിൻ്റെ തെളിവുകൾ, ശത്രുവിൻ്റെ ആരോപണങ്ങൾ തെളിവായി ഉദ്ധരിക്കുകയും എന്നിട്ട് അത് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ അവമതിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ ജബ്ബാറും ആളുകളും സ്വീകരിച്ചിട്ടുള്ളതെന്നാണ്. അവർ ചരിത്ര വസ്തുതയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അത് അംഗീകരിക്കാൻ അവർ മനസ്സ് കാണിക്കുമെങ്കിൽ, അതിനുള്ള തൻ്റെ ഇടം, വിവേകം അവർ കാണിക്കുമെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണം അവർ ഇസ്ലാമിനെതിൽ ഉന്നയിക്കുമായിരുന്നില്ല. ഇൻഷാ അള്ളാഹ് ഈ അലക്സാൻഡ്രിയൻ ലൈബ്രറിയെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ നഖചിത്രം നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ ആവാവുന്നതാണ്.